സർവകലാശാലകളുമായി ബന്ധപ്പെട്ട 3 ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന് രാജ്ഭവൻ. തടഞ്ഞുവെച്ചിരിക്കുന്ന ബില്ലുകളിൽ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ലും VC നിർണയ സമിതിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന ബില്ലും ഉൾപ്പെടുന്നു. രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ ഒന്നിന് മാത്രമേ അംഗീകാരം ലഭിച്ചിട്ടുള്ളൂവെന്നും രാജ്ഭവൻ വ്യക്തമാക്കി. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, ലോകായുക്ത ബില്ല് ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് രാജ്ഭവന്റേതായ ഒരു വിശദീകരണം വരുന്നത്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട 3 ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞു വെച്ചിരിക്കുന്നുവെന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിനിത സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതി ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് അസന്റ് നൽകി അംഗീകാരം നൽകിയത് ഒരു രാഷ്ട്രീയ വിജയമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സർക്കാരും മന്ത്രിമാരുമൊക്കെ രംഗത്ത് വരുമ്പോഴാണ് രാഷ്ട്രപതി ഭവൻ ഒരു അസാധാരണ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സാധാരണ ഈ ബില്ലുകളിൽ അസന്റ് നൽകുന്ന കാര്യത്തിൽ ഒരു വാർത്താക്കുറിപ്പോ വിശദീകരണമോ രാജ്ഭവൻ ഇറക്കാറില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു പുതിയൊരു രീതി തുടക്കമിട്ടുകൊണ്ട് രാഷ്ട്രപതി അസന്റ് നൽകിയ ബില്ലിൻ്റെ കാര്യത്തിൽ ഒരു കൂടുതൽ വിശദീകരണവുമായി രാജ്ഭവൻ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. ഈ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. മൊത്തം 7 ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയച്ചത്. അതിൽ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് മാത്രമേ അംഗീകാരം രാഷ്ട്രപതി നൽകിയിട്ടുള്ളൂ. 3 പ്രധാനപ്പെട്ട ബില്ലുകൾ, സർവകലാശാലയുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട ബില്ലുകളിൽ അംഗീകാരമില്ല എന്ന കാര്യം ഈ വാർത്താക്കുറിപ്പിൽ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അംഗീകാരമില്ലാത്ത ബില്ലുകളിൽ ഒന്ന് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനുള്ള ബില്ലാണ്. രണ്ടാമത്തേത് VC നിർണയ സമിതിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്നതിനുള്ള ബില്ലാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഈ APJ അബ്ദുൽ കലാം സാങ്കേതിക യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടും ട്രിബ്യൂണൽ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള യൂണിവേഴ്സിറ്റി അമെൻമെൻറ്റ് ബില്ലാണ് മൂന്നാമത്തേത്. അങ്ങനെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട 3 പ്രധാന ബില്ലുകളിൽ രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടില്ല. അത് തടഞ്ഞു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് രാഷ്ട്രപതി ഭവനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ രാജ്ഭവൻ വിശദീകരിക്കുന്നത്. ബാക്കി 3 ബില്ലുകൾ, അതായത് മൊത്തം 7 ബില്ലുകളിൽ ലോകായുക്ത ബില്ലിന് അംഗീകാരം ലഭിച്ചപ്പോൾ പിന്നീടുള്ളത് 6 ബില്ലുകളാണ്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട 3 ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുന്നു. ബാക്കിയുള്ള 3 ബില്ലുകൾ രാഷ്ട്രപതി ഭവന്റെ തീരുമാനം കാക്കുകയാണ് എന്നും ഈ രാജ്ഭവന്റെ വാർത്താക്കുറിപ്പ് പറയുന്നുണ്ട്. അതായത് ബില്ലുകളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് രാഷ്ട്രപതി ഭവൻ കൈക്കൊണ്ടുള്ളതെന്ന കാര്യം കൃത്യമായി വിശദീകരിക്കുകയാണ് ഈ രാജ്ഭവൻ ഈ വാർത്താക്കുറിപ്പിലൂടെ ചെയ്യുന്നത്.